കേരള പോലീസ് നല്ല ഇമേജ് ഉണ്ടാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ചീത്തപ്പേര് മാറ്റാൻ എന്ന് പറഞ്ഞാണല്ലോ സെൻകുമാറിനെ മാറ്റി ലോക്നാഥ് ബെഹ്റയെ DGP ആക്കി കൊണ്ടുവന്നത്. അദ്ദേഹമാകട്ടെ വന്ന ശേഷം ഉള്ള ചീത്തപ്പേര് കളയാതിരിക്കാനുള്ള പരിശ്രമങ്ങളിലാണ് താനും. കോഴിക്കോട് ടൗൺ SI പോലെ ഒരു 4 SIമാർ മതി നല്ല ഇമേജ് കിട്ടാൻ. ഇമേജ് നന്നാക്കാൻ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയാണ് ബെഹ്റ സഞ്ചരിക്കുന്നത്. കേരള നമ്പർ 1 അല്ലേ ഈ കാരിക്കേച്ചർ പിന്നെ കാർട്ടൂൺ. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കാർട്ടൂണിസ്റ്റ് മലയാളികളാണ്. അതിലോട്ട് അബു പണ്ടുള്ള ആൾക്കാരുണ്ട്. അത് ഇവർ വളരെ ടാലൻറ്റഡ് ആളാണ്. ഫോട്ടോ ഞാൻ വിചാരിച്ചതുപോലെ മോശമായിട്ടില്ല. ഇതെന്താ ഇങ്ങനെ? എങ്ങനെ? അല്ല, എന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. സ്റ്റഡി സ്റ്റഡി എന്ന് 100 വട്ടം പറഞ്ഞതല്ലേ, എന്തിനാ ഇളകാൻ പോയെ? എന്റെ മുഖം തീരെ ശരിയായിട്ടില്ല. അത് ഫോട്ടോയുടെ കുറ്റമാണോ? അകത്തോടെ പോണോ? സാറേ, മൂപ്പരുടെ ഫോട്ടോ എന്നായിട്ടുണ്ട്. ഇയാൾ ആകെ നശിപ്പിച്ചു കളഞ്ഞു സാറേ. എന്റെ മുഖമൊന്നുമല്ല ഇത്. പിന്നെ എന്റെ മുഖ ഇത് മതിയോ? നമ്മുടെ മറ്റേ അതിന്റെ എനിക്ക് ഫോട്ടോ വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട. പക്ഷേ ഈ ഫോട്ടോ മത്സരത്തിന് അയക്കാൻ കൊള്ളാം. മത്സരം? അതെ, ഒരു അടിക്കുറിപ്പ് കൂടി വേണം. വെളുക്കാൻ തേച്ചത് പാണ്ടായി. കേസന്വേഷണം എന്ന് പറഞ്ഞ് രേഖാചിത്രം വരച്ച് കളിക്കുന്നു എന്ന് സെൻകുമാറിന്റെ പോലീസിനെ കളിയാക്കിയത് കോടിയേരിയാണ്. DGP ആയി ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ പേര് വരെ അദ്ദേഹം നിർദ്ദേശിച്ചു. നമ്പൂതിരി ഒന്നും കൊണ്ടുവന്നില്ലെങ്കിലും ആർട്ടിസ്റ്റുകളും പോലീസും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടാക്കാൻ തന്നെയാണ് പുതിയ DGPയുടെയും ശ്രമം. എന്തെങ്കിലുമൊക്കെ കാണും മനസ്സിൽ. DGP കാർട്ടൂൺ അക്കാദമിയിൽ അംഗത്വമെടുക്കുമോ എന്നുകൂടി അറിയാനുള്ളൂ. ഇത് നമുക്ക് ഒരു ജയിലിൽ ചെയ്യണം. ടോട്ടൽ 53 ജയിൽസ് ഉണ്ട്. അതിൽ വരയ്ക്കാൻ താല്പര്യമുള്ളവരെ വിളിക്കാം സാർ. നമ്മുടെ എല്ലാ ജയിലുകളിലെ പറയാം, നിങ്ങളൊരു കാർട്ടൂൺ കണ്ടംപററി കാർട്ടൂൺ ഡ്രോ ചെയ്തിട്ട് ഒരു കോമ്പറ്റീഷൻ ആക്കാം. അവരുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രൊഫഷണൽ 10 കാർട്ടൂണിസ്റ്റ്. ജയിലിൽ കിടക്കുന്നവരെ വര പഠിപ്പിക്കുന്നത് പിന്നെയാകാം. ആദ്യം പോലീസിന് വേണ്ടി രേഖാചിത്രം വരച്ച് സേനയെ നാറ്റിക്കുന്നവരെ പഠിപ്പിക്കണം. പ്രതിയുമായി എന്തെങ്കിലുമൊക്കെ ബന്ധമുള്ള രേഖാചിത്രങ്ങൾ വരച്ചെടുക്കാൻ അതുകൊണ്ട് കഴിഞ്ഞേക്കും. ഈ കാർട്ടൂൺ വഴി നമുക്ക് കുറേ സോഷ്യൽ മെസ്സേജുകൾ പോലീസിന് കൊടുക്കാൻ വേണ്ടി വരും. ഞാൻ ഒരു സുധീരോട് ഞാൻ പറഞ്ഞു, അക്കാഡമി ഡയറക്ടറോട് പറഞ്ഞു, ഒരു പോലീസിൻ്റെ ഇമേജ് ഒരു നന്നാക്കാൻ വേണ്ടിയിട്ട് കാർട്ടൂൺ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യും, ആ രീതിയിൽ കുറച്ച് കാർട്ടൂൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാർട്ടൂൺ വരച്ച് ഇമേജ് ഉണ്ടാക്കിയാലൊന്നും ഇമേജ് ഉണ്ടാകില്ല സാർ. അങ്ങനത്തെ ഇമേജ് അധികകാലം നിൽക്കുകയുമില്ല. പേരിൽ പറയുന്ന ജനമൈത്രി സ്വഭാവത്തിൽ വന്നാൽ മതി, പോലീസിന് നല്ല ഇമേജ് താനേ വന്നോളൂ. നമുക്ക് അതൊന്നും ചെയ്യണം. പോലീസ് ഇമേജിൽ ഞാനിപ്പോൾ പറഞ്ഞില്ല, അതൊന്നും ചെയ്യണം. ഐഡിയ കൊടുക്കാതെ ഞങ്ങൾ അക്കാഡമിയിലെ ഹെഡ് ക്വാർട്ടറിലെ പല സ്ഥലങ്ങളിലെ ഒരു ഫ്രെയിം ചെയ്തിട്ട്. കേരളത്തിലെ ആരോഗ്യമന്ത്രി